ലോകത്ത് സന്ദർശിക്കാൻ നിരവധി സ്ഥലങ്ങളുണ്ട്. ഏതാണ് നമുക്ക് അനുയോജ്യമെന്ന് തീരുമാനിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യവും അനന്തമായ ഔട്ട്ഡോർ ആക്ടിവിറ്റികളും സ്വാഗതാർഹമായ ഒരു കമ്മ്യൂണിറ്റിയും പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കവായ് നിങ്ങൾക്കുള്ള ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. ഹവായിലെ ഈ ചെറിയ ദ്വീപ് ഭൂമിയിലെ ഏറ്റവും അവിശ്വസനീയമായ ചില പ്രകൃതി ദൃശ്യങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. കവായിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ ശരിക്കും ചിലതുണ്ട്. നാം തിരയുന്നതെല്ലാം കവായിൽ കണ്ടെത്തും. കാരണം ലോകത്ത് അത്തരത്തിലുള്ള മറ്റൊരു സ്ഥലമില്ല. ഹവായിലെ 4ാമത്തെ വലിയ ദ്വീപാണ് കവായ്. മിടുക്കനും സുന്ദരനുമായ ഒരു ആൺകുട്ടിയുടെ പേരാണ് കവായ്. ഗാർഡൻ ഐലൻഡ് അല്ലെങ്കിൽ പൂന്തോട്ട ദ്വീപ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപ് പേരുപോലെ തന്നെ മോഹിപ്പിക്കുന്ന മരതക താഴ്വരകൾ, 5000 അടി വരെ പൊക്കത്തിലുള്ള വൈ അലേല പർവ്വതനിരകൾ, കൂർത്ത പാറക്കെട്ടുകൾ, തെങ്ങിൻ തോപ്പുകൾ എന്നിവയാൽ പൊതിഞ്ഞ് നമ്മുടെ സങ്കല്പത്തിനപ്പുറമുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. മനോഹരമായ വൈലുവ നദി, വശ്യസുന്ദരമായ പൊയ്പു ബീച്ച്, കലലാവു, കിപ്പുക്കൈ, അനീനി, പോളിഹലെ, കലപ്പാക്കി ബീച്ച്, കോക്കെ, വൈമ, ഹീന സ്റ്റേറ്റ് പാർക്ക് എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ഒരു സ്ഥലത്തോടുള്ള ദേശസ്നേഹം പ്രകടിപ്പിക്കുന്ന പല ഗാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ കവായി ആദരിച്ചുകൊണ്ട് പാടുന്ന ഈ പാട്ട് ഒലിലോ ഹവായിൽ ഇങ്ങനെ പാടാം: കലൈഹുവ ആക്കോ കെഹാക്ക നാനിക്ക മൗനക്കെ കുവാഹി ഓ വൈല അലെ ആലെ ഉവ കുപ്പു ഈക്ക ഉവേ മാമാക്ക നഹലെ. ഇതിൻ്റെ അർത്ഥം കവായിലെ വൈ അലേലയിലെ പർവ്വതങ്ങളും പർവ്വത പ്രദേശങ്ങളും മനോഹരമാണ്. കാടിനെ കളങ്കരഹിതമാക്കിയ മഴയാണ് അത് മുളപ്പിച്ചത്. ബ്യൂട്ടിഫുൾ ഈസ് ദ മൗണ്ടൻ ആൻഡ് ദ മൗണ്ടനിയസ് റീജിയൻ ഓഫ് വൈ അലേലെ. ഹവായിലെ മാവിയിലെ കഹുലായ് വിമാനത്താവളത്തിൽ നിന്നും ഹോണലൂലു വഴി കവായിലെ ലീഹുയായിലേക്കുള്ള ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ കാണുക. അലോഹ എന്നത് ഹവായിയൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും അനുകമ്പയുടെയും ദയയുടെയും ആത്മാവിനെ ഉൾക്കൊള്ളുന്ന ഒരു ഹവായിയൻ പദമാണ്. 1959 ഹവായ് സംസ്ഥാനമായപ്പോൾ സംസ്ഥാന നിയമസഭ ഔദ്യോഗികമായി അലോഹ സ്റ്റേറ്റ് എന്ന വിളിപ്പേര് സ്വീകരിച്ചു. വിനയവും എളിമയും ഹ അഹ, മര്യാദയും ദയയും ഒലു ഒലു, സഹായത കോക്കുവ കോക്കുവ, സ്വീകാര്യത ഹാനോ ഹാനോ, ആതിഥ്യ മര്യാദ ഹൂക്കിപ്പ, സ്നേഹം അലോഹ, ഇതെല്ലാം ഒത്തിണങ്ങിയ ഈ ജനത വസിക്കുന്ന കവായിലേക്ക് പോകുവാൻ ഹവായൻ എയർലൈൻസിൻ്റെ ഗേറ്റിൽ ഞങ്ങളെത്തി. ഈ വിമാനത്തിലാണ് ഞങ്ങൾ മാവിയിൽ നിന്നും കവായിലേക്ക് പോകുന്നത്. ഇവിടുത്തെ ജനവാസമുള്ള 7 ഐലൻഡുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് സർവീസ് ഉണ്ടാകും. ചെറിയ ഫ്ലൈറ്റാണ് ഓടുന്നത്. എല്ലാം 20-30 മിനിറ്റ് അല്ലെങ്കിൽ ചിലത് 10 മിനിറ്റ് ദൂരമുള്ള ഫ്ലൈറ്റ് സർവീസുകളായിരിക്കും. ഇതാണ് അതിൻ്റെ ഉൾവശം. സാധാരണ വിമാനങ്ങളൊക്കെ 40,000 അടി ഉയരത്തിലൊക്കെയാണ് പോകുന്നത്. എന്നാൽ ഈ വിമാനം 25,000 അടി ഉയരത്തിൽ മാത്രമേ പോകത്തുള്ളൂ. കാരണം പെട്ടെന്ന് ലാൻഡ് ചെയ്യാനുള്ളത് കാരണം അധികം പൊക്കത്തിൽ പോകുന്നില്ല. ഞങ്ങൾ മാവിയിൽ നിന്നും കവായിലേക്ക് പോകുന്നത് ഹോണലൂലു വഴിയാണ്. ഹോണലൂലാണ് ഹവായിയുടെ ക്യാപിറ്റൽ. ഈ കാണുന്നത് ജനവാസമില്ലാത്ത ഒരു ഐലൻഡാണ്. 137 ഐലൻഡുകളിൽ കൂടുതലും ജനവാസമില്ലാത്തവയാണ്. അപ്പോൾ ഞങ്ങൾ കവായിലേക്ക് എത്താറായി. ഈ കാണുന്നതാണ് കവായ് ഐലൻഡ്. അങ്ങനെ കവായിൽ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സിറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു ദ ഗാർഡൻ ഐലൻഡ് കവായ്. മനോഹരമായ ഒരു ഐലൻഡാണ്. എവിടെ നോക്കിയാലും മരങ്ങളും പൂക്കളും പൂന്തോട്ടങ്ങളും തെങ്ങുകളുമാണ് ഇവിടെ. വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു ഐലൻഡാണ് കവായ്. ധാരാളം പനകളും തെങ്ങുകളും ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് പനമരങ്ങളാണ്. വളരെ വൃത്തിയായിട്ടാണ് ഇവർ ഈ ഐലൻഡ് സൂക്ഷിച്ചിരിക്കുന്നത്. കവായിൽ ആദ്യമായിട്ട് ഞങ്ങൾ കാണാൻ പോയത് കിലയുവ ലൈറ്റ് ഹൗസ് എന്ന സ്ഥലത്താണ്. വളരെ മനോഹരമായ സീനറിയാണ് ഇവിടെ നിന്ന്. നമുക്ക് ധാരാളം വെയിൽസിനെ ഇവിടെ നിന്ന് കാണാൻ കഴിയും.
വളരെ മനോഹരമായ പർവ്വതങ്ങളുള്ള സ്ഥലമാണിത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് കാന റോഡിൽ കൂടിയാണ്. കാന റോഡിൽ കൂടി ഞങ്ങൾ വാഹനം ഓടിച്ച് അഹുക്കിനി റോഡ് വഴിയാണ് പോകുന്നത്. ഈ അഹുക്കിനി റോഡ് വഴി പോകുമ്പോൾ നമുക്ക് കുഹിയോ ഹൈവേ കിട്ടും. ഈ കുഹിയോ ഹൈവേയുടെ സൈഡിലാണ് ധാരാളം തെങ്ങുതോപ്പുകളുള്ളത്. നമുക്കിനി വിശാലമായ തെങ്ങുതോപ്പ് രണ്ട് സൈഡിലും കാണാൻ കഴിയും. ഏക്കർ കണക്കിന് തെങ്ങുതോപ്പുകളാണ് ഈ കവായിലുള്ളത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കവായിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അതായത് ഭൂമിയിൽ ഒരിടത്തും കാണാൻ കഴിയാത്ത ഒരു കടൽ പൂളാണ് കാണുവാൻ പോകുന്നത്. വർഷങ്ങളുടെ അധ്വാനത്തിന് ശേഷം ഇവിടുത്തെ ഗവൺമെൻറ് ലാവ കല്ലുവെച്ച് നിർമ്മിച്ച ഒരു വിശാലമായ കടൽ പൂളാണിത്. ഈ ബീച്ചിൻ്റെ പേര് ലീഡ് ഗേറ്റ് ബീച്ച് എന്നാണ്. കവായിലെ ഏറ്റവും ഫേമസ് ബീച്ചാണ് ഇത്. ലോകത്തിലേക്കും ഏറ്റവും മനോഹരമായ ബീച്ചെന്ന് പറയപ്പെടാൻ കാരണം ഇവിടുത്തെ ഈ കടലിനകത്ത് തന്നെ ഒരു പൂൾ ഉണ്ടാക്കിയേക്കാണ്. ലാവ കല്ല് വെച്ച് കടലിനകത്ത് തന്നെ വിശാലമായൊരു പൂൾ ഉണ്ടാക്കിയേക്കാണ്. അതുകൊണ്ട് ഈ ബീച്ചിൽ വരുന്ന എല്ലാവർക്കും തന്നെ സുരക്ഷിതമായി ഈ പൂളിൽ ഇറങ്ങി നീന്തുവാനും കുളിക്കുവാനും പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഈ കാണുന്നതെല്ലാം ലാവ കല്ലുകളാണ്. ലാവ ഉരുകിയുണ്ടായ കല്ലുകളാണ്. മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഉരുകിയുണ്ടായ കല്ലുകൾ കൊണ്ടാണ് ഈ പൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ശക്തമായ തിര വന്ന് അടിച്ചാൽ പോലും ഇതിനകത്ത് നീന്തുന്നവർക്കോ കളിക്കുന്നവർക്കോ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുപോലെ കല്ലുകൊണ്ട് മതിലുണ്ടാക്കിയൊക്കെയാണ്. അതുകൊണ്ട് വളരെ സേഫാണ് ഇവിടെ നീന്തുവാൻ. നീന്തൽ അറിയാത്തവർക്ക് പോലും ഇവിടെ നീന്തുവാൻ കഴിയും. ഏകദേശം 5 അടി ആണ് ഇതിൻ്റെ ആഴം. നീന്തൽ അറിയാവുന്നവർ ഈ കല്ലിൻ്റെ സൈഡിൽ പോയിരിക്കും. അവരുടെ ദേഹത്ത് ഇങ്ങനെ തിരയടിച്ച് വെള്ളം വീഴും. കുട്ടികളും മുതിർന്നവരും തന്നെ വളരെ എൻജോയ് ചെയ്യുന്നൊരു ബീച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ലോകത്തിൽ തന്നെ ഇതുപോലെ കടലിനകത്ത് പൂൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരേ ഒരിടം കവായിയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയവർക്ക് വേണ്ടി ഇങ്ങനെ വലത് സൈഡിൽ വലിയൊരു പൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് കടലിനകത്ത് തന്നെ. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി അതിൻ്റെ ഇടത് സൈഡിലും ചെറിയൊരു പൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പൂള്. എത്ര ശക്തമായ തിരയായാലും ഇവിടെ വന്ന് അടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൂളിനകത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. ഏകദേശം 1/2 ഏക്കറാണ് ഈ കടൽ പൂൾ. ലോകത്തിൽ തന്നെ ഒരേ ഒരു കടൽ പൂൾ ഇതാണ്. മില്യൺസ് ഓഫ് ഡോളർ ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വാച്ച് ചെയ്യാൻ ആളുമുണ്ട്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായൊരു ബീച്ചാണ് ലീഡ് ഗേറ്റ് ബീച്ച് പാർക്ക്. ഇതുപോലെ വിജ്ഞാനപ്രദമായ മറ്റനേകം വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.